പ്രിയമുള്ള നമസ്കാരം. ഡോൺ ബറി ന്യൂസ് എത്തി നിൽക്കുന്നത് പുന്നവേലി കേരള വാണിജ്യ വൈശ്യ സംഘം 101 നമ്പർ ശാഖാ മന്ദിരത്തിലാണ്. ഇവിടെയാണ് അപ്പരപ്പന്മാരായിട്ട് തുടങ്ങി വെച്ച ഒരു ശാഖാമന്ദിരം. അന്ന് ഞങ്ങൾ അതിൻ്റെ വാർഷികം അതിഗംഭീരമായ രീതിയിൽ കൊണ്ടാടുവാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടാടുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഏവരെയും ഈ ശാഖ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇതിൻ്റെ രക്ഷാധികാരി സി സുകുമാരൻ ചെട്ടിയാർ നമ്മളോടൊപ്പം ചേരുന്നു. കേരള വണിക വൈശ്യ സംഘം ശാഖയുടെ പ്രസിഡൻ്റാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കേരള വണിക വൈശ്യ സംഘത്തിൻ്റെ പുന്നവേലി 101 നമ്പർ ശാഖയുടെ വാർഷികവും കുടുംബ സംഗമവും സംഘം ശാഖാമന്ദിരത്തിൽ വെച്ച് തന്നെ നടത്തപ്പെടുന്നതാണ്. സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തകർ, ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, അങ്ങനെയുള്ള വിശിഷ്ട അതിഥികൾ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ശാഖയാണ് പുന്നവേലി 101 നമ്പർ ശാഖ. ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ശാഖയാണ്. കേരളത്തിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാഖയെന്ന് സംസ്ഥാന കമ്മിറ്റി മുതൽ അങ്ങനെ ഒരു നല്ല അഭിപ്രായം നേടിയെടുത്തിട്ടുള്ള ഒരു ശാഖയാണ്. സംഘത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വണികവൈശ്യ സമൂഹമാണ് കേരളത്തിലുള്ളത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു പൈസ പോലും ഡൊണേഷൻ വാങ്ങിക്കാതെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് പല സംഘടനകളെയും ആ വിദ്യാഭ്യാസ മേഖലയിൽ അവരെ സഹായിക്കുന്നതിനും അവർക്ക് ഫീസ് കൺസെഷൻ കൊടുക്കുന്നതിനും ഒരു പൈസ പോലും ഡൊണേഷൻ വാങ്ങിക്കാതെ അഡ്മിഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് വണിക വൈശ്യ സമൂഹത്തിന് ഉള്ളത്. അത്ര മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു ശാഖ എന്നുള്ള നിലയിൽ വളരെ ആർഭാടപൂർവ്വം വാർഷികം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ശാഖയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ചില മുന്നൊരുക്കങ്ങൾ, അതായത് പ്രത്യേകിച്ച് ക്ഷണിക്കപ്പെടേണ്ട അതിഥികൾ അതാരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയുമാണ്. അതായത് സംഘത്തിൻ്റെ ആദരണീയായ ജില്ലാ പ്രസിഡൻറ്റ്, ആദരണീയനായ ജില്ലാ സെക്രട്ടറി, അതുപോലെ മഹിളാ ഫെഡറേഷൻ്റെ പ്രവർത്തകർ, യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തകർ, സംഘം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാലശലഭത്തിൻ്റെ ആളുകൾ, കുഞ്ഞുങ്ങൾ, അങ്ങനെ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ നല്ല കായിക പ്രതിഭകളെ ആദരിക്കുകയും അവരുടെ പരിപാടികളൊക്കെ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. അങ്ങനെയുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കങ്ങളായി നടത്തി അത് മുന്നോട്ട് ഏറ്റവും നല്ല ഭംഗിയാക്കി നടത്താനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ ശാഖയിലെ അംഗവും വളരെ ആദരണീയനായ ഞങ്ങളുടെ മനീഷ് ക്യാമറാമാനായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഇപ്പോൾ മാനിക്കാട് ശിവപാർവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് സഹായനിധി, അതായത് രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായുള്ള ഒരു സഹായനിധി സ്വന്തം ചാനലിൽ ഡോണ്ട് ബറി ചാനൽ ഉണ്ടാക്കി അതുവഴി ആളുകളെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ട്. ചെറിയ വൈകല്യങ്ങളുണ്ടെങ്കിലും വൈകല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വളരെ ആദരപൂർവ്വമാണ് ഈ സമൂഹം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സ്വന്തം സമുദായത്തിന് വേണ്ടിയുമൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള ആ നല്ല മനസ്സും എന്നും വിജയപ്രദമായി തീരട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.